ഹലോ വെൽക്കം ബാക്ക് ടു അർഷു വ്ളോഗ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ഇന്നൊരു വീക്കെൻഡാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ സഹാറ സെൻറ്ററിലേക്ക് പോകാൻ ഇറങ്ങിയേക്കാണ്. ഷാർജയിലുള്ള അവിടെ അഡ്വഞ്ചർ ലാൻഡ് എന്ന് പറയുന്നൊരു സ്പോട്ടുണ്ട്, അവിടത്തേക്കാണ് പോകുന്നത്. അവിടെ കുട്ടികൾക്കായിട്ട് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കുമായിട്ട് ഒരുപാട് റൈഡ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അച്ചേട്ടൻ ഭയങ്കര ഹാപ്പിയാണ്. വല്ലപ്പോഴും ആണല്ലോ ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ കിട്ടുന്നത്. അങ്ങനെ ഞങ്ങളതിൻ്റെ സ്പോട്ടിലെത്തി. ഇനി കാർഡ് ചാർജ് ചെയ്യണം. നമ്മളാണ്ട് ഈ ഒരു ഏരിയയിൽ കയറ്റാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മെയിൻ വന്നത്. അച്ചുവേട്ടൻ കഴിഞ്ഞ ദിവസം വന്നപ്പോഴേ പറഞ്ഞിരുന്നു ഇവിടെ കയറണം, അതായത് ക്ലൈംബ് ചെയ്യാനായിട്ട് നല്ല ഉയരത്തിൽ. അത് ധൈര്യമുള്ള കുട്ടികൾക്ക് കയറാനും വരത്തുള്ളൂ. അവർ കുറേ ദൂരം കയറിയിട്ട് അവിടെ നിന്ന് എടുത്ത് ജമ്പ് ചെയ്യണം. അപ്പം ധൈര്യമുള്ളവരെയും ബാക്കിയുള്ളതിലും കയറ്റത്തുള്ളൂ. കുറേ എണ്ണമുണ്ട്. അപ്പോൾ അച്ചൂട്ടൻ കഴിഞ്ഞ ദിവസം നമ്മൾ വന്നപ്പോഴേ പറയുന്നുണ്ടായിരുന്നു ഇതിൽ കയറണമെന്ന്. അന്നത്തെ സമയം കുറവുണ്ടായതുകൊണ്ട് നമ്മളന്ന് കയറിയില്ല. അച്ചൂട്ടൻ ഇങ്ങനെ പൊക്കപ്പുറത്തൊക്കെ വഞ്ഞു പിടിച്ച് കയറാൻ വലിയ ഇഷ്ടമാണ്. അച്ചൂട്ടൻ്റെ നിർബന്ധം കൊണ്ടാണ് കേട്ടോ നമ്മളിവിടെ വന്നത്. അവന് ഇൻട്രസ്റ്റ് ആണോ ഇല്ലയോ എന്നൊക്കെ നോക്കാം. എങ്ങനെയാ, പേടിയാവോ, ആദ്യമായിട്ടല്ലേ ഇത്രയും ഹൈറ്റിലൊക്കെ കയറുന്നേ. ഞങ്ങളെ എക്സൈറ്റ്മെൻറ്റിലാണ്. എങ്ങനെ കയറുമോ, പേടിയുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയത്തില്ലല്ലോ. എന്തായാലും ആൾ നല്ല അടിപൊളിയായിട്ട് കയറുന്നുണ്ട്. പക്ഷേ എടുത്ത് ചാടാൻ നല്ല പേടിയായിരുന്നു. ചാടുന്ന ഒന്നും പ്രശ്നമൊന്നുമില്ല, പക്ഷേ കൊച്ചുങ്ങൾ ആദ്യമായിട്ടല്ലേ, അവർക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. കയറുന്ന നല്ല രീതിക്ക് കയറുന്നുണ്ട്, ചാടാനാണ് ആൾക്ക് പേടി. ഇവിടെ ഒരാളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല. വളരുമ്പോൾ എന്താവുമെന്ന് അറിയില്ല. അച്ചോട്ടും പക്ഷേ കുഞ്ഞുനാളിലെ ഇങ്ങനെയാണ്, എവിടെയും വലിഞ്ഞോടി കയറണം. ഇത്രയും ഹൈറ്റിലൊക്കെ ആദ്യമായിട്ടാണ് കയറുന്നത്. അങ്ങനെ എല്ലാത്തിലും കയറുന്നുണ്ട്. ചാടാൻ മാത്രം ചെറിയൊരു ബുദ്ധിമുട്ട്. പിന്നെ ആദ്യമൊക്കെ ചാടിയില്ല, പിന്നെ ചാടുന്നുണ്ട്. ഫുഡ് കഴിക്കാതായിരുന്നു ഇറങ്ങിയത്. അച്ചോട്ടിന് പിന്നെ വന്നപ്പോഴേ ഫുഡൊന്നും കഴിക്കാണ്ട് അവിടെ കയറിയാൽ മതി എന്നുള്ള നിർബന്ധം കൊണ്ട് പിന്നെ അങ്ങ് കയറിയതാണ്. നേരെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇനി ബാക്കിയുള്ളതിലൊക്കെ കയറാമെന്ന് വിചാരിച്ചിരിക്കുക. എന്തായാലും അച്ഛന് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പക്ഷേ നല്ല ടയേർഡായി, എല്ലാത്തിലും ഇങ്ങനെ വലിഞ്ഞുപിടിച്ച് കയറി. അങ്ങനെ ഫുഡ് വന്നു. ഇനി ഫുഡ് കഴിച്ചിട്ട് കാണാവേ. ഫുഡൊക്കെ കഴിച്ച് നേരെ അഡ്വഞ്ചർ ലാൻഡിലോട്ട് തന്നെ പോയി. നേരെ ഫസ്റ്റ് നമ്മുടെ കാർ ഓടിക്കത്തില്ലേ, അതിൻ്റെ തന്നെ വേറെ ആനിമൽസ് ആയിരുന്നു. അതിലോട്ട് രണ്ടുപേരും കൂടെ വലിഞ്ഞുപിടിച്ച് കയറിയിട്ടുണ്ട്. കുട്ടികളുള്ള റൈഡിലെല്ലാം കയറി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ 4 പേരും കൂടെ, ഒരു ട്രെയിനുണ്ട് നമ്മുടെ തലക്കുമേലേക്ക് കൂടെ പോകുന്നത്, ആ ട്രെയിനിൽ കയറാമെന്ന് വിചാരിച്ചു. അപ്പം നല്ല ഹൈ സ്പീഡിന് പോകുന്ന ട്രെയിനും ഉണ്ട്, ഇച്ചിരി കൂടെ സ്ലോ ആയിട്ട് പോകുന്ന ട്രെയിനും ഉണ്ട്. അപ്പം മോനും കൂടെ ഉണ്ടായതുകൊണ്ട് ഇച്ചിരി സ്ലോ ആയിട്ട് പോകുന്നത് കയറാമെന്ന് വിചാരിച്ചു. എനിക്ക് ഹൈയിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷെ നടന്നില്ല. ചേട്ടൻ പറഞ്ഞ നടുവിനൊക്കെ പ്രശ്നം വരും, അതുകൊണ്ട് നമുക്ക് സ്ലോയിൽ പോകാമെന്ന്. അങ്ങനെ അതിൽ വലിഞ്ഞിടിച്ച് കയറി. എൻ്റെ പൊന്നോ, ഒന്നും പറയാനില്ല, ഒടുക്കത്തെ സ്പീഡായിരുന്നു. അപ്പോൾ ഞാൻ മറ്റേത് കയറിയിരുന്നെങ്കിൽ എന്തായേനെ. നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കണ്ടില്ലേ വെളിയിൽ കൂടെ പോകുന്ന ആ ഒരു ട്രെയിനാണിത്. ഇതിൽ കൂടെ പോകുമ്പോൾ നല്ല ഫുൾ ആ ഒരു ഏരിയയിലുള്ള എല്ലാ ആൾക്കാരെയും എല്ലാം കാണാം. നല്ല സ്പീഡും ഉണ്ട്. ഞാൻ വിചാരിച്ചു തിച്ചൂട്ട് ഇച്ചിരി കരച്ചിലായിരിക്കും, പേടിയാവത്ത്. ആക്ച്വലി തിച്ചൂട്ടിന് യാതൊരു പേടിയില്ലായിരുന്നു, ഭയങ്കര ചിരിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ മാഗ്ഡി പോയി 2 ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചിട്ട് ഇറങ്ങുകയാണ് ഇവിടുന്ന്. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. ഇപ്പോൾ സമയം 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വേറെ എങ്ങോട്ടും അല്ല, നമ്മുടെ സ്വന്തം ദുബായിലെ ഡൗൺ ടൗണിലേക്കാണ് പോകുന്നത്. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ലോകത്തിലെ മഹാ അത്ഭുതമായ ബുർജ് ഖലീഫ കാണാനായിട്ട്. കുറേ നാളായി നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട്. നല്ല തിരക്കായിരിക്കും വീക്കെൻഡ് ആയതുകൊണ്ട്, എന്നാലും ഒന്ന് പോയേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദാണ്ട ഗൈസ്, നമ്മുടെ ബുർജ് ഖലീഫ ദാണ്ടേ നമ്മൾ ഡൗൺ ടൗണിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് പാർക്കിങ്ങിലേക്ക് പോകണം. ദുബായ് മോളിലെ പാർക്കിങ്ങിലാണ് ഇടാൻ ഉദ്ദേശിക്കുന്നത്. ദുബായ് മോളിലും കയറിയിട്ട് നമുക്ക് ബുർജ് ഖലീഫയുടെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പാർക്കിങ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മേളിൽ നിന്ന് താഴോട്ട് നോക്കിയപ്പോഴത്തേക്ക് ഒരുപാട് മീനുകൾ, അങ്ങനെ അത് കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് തിരിച്ചിട്ടെ. അടുത്തോട്ട് നിൽക്കാനും പേടിയാവുന്നു. ദുബായ് മോളിലെ അക്വേറിയമാണ് ഈ താഴെ കാണുന്നത്.
ഭയങ്കര തിരക്കാണ് ഗൈസ്, ഭയങ്കര തിരക്ക്. വീക്കെൻഡും കൂടെ അല്ലേ, നല്ല തിരക്കാണ്. കുട്ടികളെയും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മീനുകളും വലിയ മീനുകളും എല്ലാ തരം മീനുകളും ഉണ്ട്. നമ്മൾ കണ്ടിട്ടില്ലാത്ത മീനുകളും എല്ലാം ഉണ്ട്. കുറേ നേരം നമ്മളിങ്ങനെ ഇതിനെ തന്നെ നോക്കി നിന്ന് പോവും, നമ്മളായിട്ട് ഇങ്ങനെ. അപ്പോൾ കുട്ടികളുടെ കാര്യം പറയണ്ടല്ലോ. വല്ലാത്തൊരു അത്ഭുതം തന്നെയാണല്ലേ ഇത്. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ്, 163 നിലകളെങ്ങാണ്ടാണ് ഇതിനുള്ളത്. എൻ്റെ പൊന്നോ, എത്ര കണ്ടാലും മതിയാവത്തുമില്ല. എപ്പോഴും വന്ന് കാണാനായിട്ട് എല്ലാവർക്കും തോന്നുന്നൊരു ബിൽഡിങ് തന്നെയാണ്. ഇതൊരു മഹാ അത്ഭുതം തന്നെയാണല്ലേ, കണ്ണെടുക്കാൻ തോന്നത്തില്ല സത്യത്തിൽ. ഏകദേശം 6 വർഷമാണ് എടുത്തേക്കുന്നത് ഈ ഒരു ബിൽഡിങ് പണി തീർക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പോൾ അവർ ക്ലോസ് ചെയ്തേക്കാണ്. എന്തെങ്കിലുമൊക്കെ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ടായിരിക്കും. ഇതിൻ്റെ ടോപ്പിൽ നമുക്ക് കയറാൻ കഴിയും. ഇതിന് എത്രയോ ടിക്കറ്റ് റേറ്റ് ഉണ്ട്. ഇടയ്ക്ക് വെച്ച് 150 റംസോ അങ്ങനെ എത്രയോ ആയിരുന്നു. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ പല ടൈമിങ്ങിന് പല റേറ്റാണ് ഇവർ പറഞ്ഞേക്കുന്നത്. രാവിലെ സൺറൈസ് കാണുന്ന ആ ഒരു ടൈമിൽ ഏകദേശം 170 റംസോ അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. അല്ലാതെ പല ഫ്ലോറുകളിലേക്ക് പല റേറ്റാണ്. പല വ്യൂസ് ആയിരിക്കും പല ഫ്ലോറിൽ നിന്നും കിട്ടുന്നത്. അതുകൊണ്ടാവും ഇങ്ങനെ റേറ്റിനൊരു വേരിയേഷൻസ് വന്നേക്കുന്നത്. എന്തായാലും എന്തെങ്കിലും ഒരിക്കലും ഇതിനുള്ളിൽ കയറണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതേപോലെ ഒരുപാട് വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബായ്.